ഓരോ വർഷവും റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ, വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, മറ്റ് രാഷ്ട്രീയക്കാരെ, ജനസമൂഹത്തിലേക്ക് വിളിച്ചിട്ട് ഇവിടെ കാട്ടാന ശല്യത്തിൽ നിന്നും ആളുകളെ സംരക്ഷിക്കാൻ എല്ലാവിധ നടപടിയും ഉണ്ടാവും, ഫെൻസിങ് ഇടാം, എല്ലാ പദ്ധതികളും സംബന്ധിച്ച് ഇവർ പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പറയുന്ന ഒരു വാക്കും ഒരു കാലഘട്ടത്തിലും പാലിച്ചിട്ടില്ല. നിരന്തരമായി കാട്ടാന, അതായത് അരിക്കൊമ്പനെ പിടിച്ച സന്ദർഭം മുതൽ നമ്മളിവിടെ കാണുന്നതാണ്. അതിനുശേഷം പലരെയും ഇവിടെ കൊന്നിട്ടും ഇതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. വനം വകുപ്പ് യൂക്കാലി നട്ടുപിടിപ്പിച്ചിട്ട് യൂക്കാലി, അതായത് ഭൂമിയുടെ അന്തകന, അതുകൊണ്ട് ഒരു പ്രയോജനം. അതിൻ്റെ അടിയിൽ കാട്ടാനൊന്നും നിൽക്കത്തില്ല, അതിന് പുല്ല് പോലും കിളുത്തില്ല, അതുങ്ങൾക്ക് തീറ്റയില്ല ഒരു ഭാഗത്ത്. ഇതെല്ലാം നേരത്തെ നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ രീതിയിൽ ഇത് തുടരുന്നത് ശരിയാകത്തില്ല. ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. പോലീസ് മൊഴിയെടുത്തിട്ട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് തീരുമാനിച്ചത്. പക്ഷെ ആ പാവപ്പെട്ട കുടുംബത്തിന് നഷ്ടപരിഹാരം കിട്ടാതെ, അവർക്കൊരു വാഗ്ദാനം കൊടുക്കാതെ അവിടെ നിന്ന് ബോഡി ആരും മേടിക്കില്ല എന്നാണ് ഇവിടത്തുള്ള നാട്ടുകാരെ മൊത്തം, അവരുടെ ഫാമിലി മൊത്തം പറഞ്ഞേക്കുന്നത്. താലൂക്കിലേക്കാണ് CA പോയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് സമയം കളിച്ചിട്ട് പറയുന്നതാ പറഞ്ഞത്. ഞങ്ങളെല്ലാം പുറകെ പോകും. കുട്ടിയുടെ അവിടെ അടിമാലി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയേക്കുന്നത്. അത് ഇനി അന്വേഷിക്കണം. ഫോൺ വിളിച്ച് ആരാ കൂടെ പോയിട്ടുണ്ട്, എന്നെ വിഷയം എന്ന് വെച്ചിട്ട് ഇനി ചോദിക്കണം അവരോട്. ആനെ നോക്കാൻ പറഞ്ഞു, മെസ്സേജ് ഒക്കെ ഇട്ടു. അങ്ങനെ വളി കൂടി സ്കൂളിൽ